ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ മാർക്കറ്റ് വളരെയധികം അനിശ്ചിതത്വത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിലും ആഗോളതലത്തിലെ മാർക്കറ്റുകളെല്ലാം വളരെ വലിയ രീതിയിലുള്ള ഒരു അനിശ്ചിതത്വം തുടരുന്ന സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് ഒരു അയവ് വരാതിരിക്കുകയും അമേരിക്ക ഇറാനെ ആക്രമിക്കുകയും ചെയ്തതോടുകൂടി യുദ്ധം വലിയ രീതിയിൽ ഒരു വ്യാപിപ്പിക്കുന്ന ഘടകങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അനിശ്ചിതത്വം, ഈ യുദ്ധം തുടരുകയാണെങ്കിൽ ക്രൂഡിൻ്റെ വില വർദ്ധിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ അത് നെഗറ്റീവായിട്ട് വരികയും കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഒരു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. ആ ഗ്യാപ്പ് ഡൗണിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ക്രൂഡിൻ്റെ വില കഴിഞ്ഞ ദിവസത്തേക്കാളും ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു. നിഫ്റ്റി ഗ്യാപ്പ് ഡൗൺ ആകുമ്പോൾ ക്രൂഡിൻ്റെ വില ഗ്യാപ്പ് അപ്പായിട്ട് മാറുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു റിക്കവർ നമ്മൾ പ്രതീക്ഷിച്ചാണ്. ഏകദേശം 278 പോയിൻറ്റോളം നിഫ്റ്റി മുകളിലേക്ക് പോയതാണ്. വളരെ വലിയ രീതിയിലുള്ള മുകളിലേക്ക് ഒരു ബ്രേക്കൗട്ട് കൊടുത്ത് 25,000 ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു സൈക്കോളജിക്കൽ ലെവലായിട്ട് നമ്മൾ വെച്ചിരുന്ന 25,000 അതിന് ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോയിട്ടുണ്ടായി. പക്ഷേ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്നത്തെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് ഏകദേശം 140 പോയിൻറ്റ് ഡൗൺ ആയിക്കൊണ്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സെക്ടറുകളിലെ സ്റ്റോക്കുകളിലൊക്കെ, അല്ലെങ്കിൽ ആ മിഡ് ക്യാപ്പും അതുപോലെ സ്മോൾ ക്യാപ്പും പോസിറ്റീവ് തന്നെയാണ് നിൽക്കുന്നത്. മാർക്കറ്റ് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ കണ്ടീഷനിലും സ്മോൾ ക്യാപ്പും അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ FIയുടെ ഭാഗത്തു നിന്നുള്ള സെല്ലിംഗ് ആണോ എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം FI ബയ്യിങ്ങിലായിരുന്നു. ഏകദേശം 7,940 കോടിയുടെ ബയ്യിങ് FI നടത്തിയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അന്നേ ദിവസം തന്നെ DIA സെല്ലിംഗ് ആയിരുന്നു. ഇന്നത്തെ മാർക്കറ്റിൽ അവർ ഡാറ്റ വന്നിട്ടില്ല. ആ ഡാറ്റ വന്നതിന് ശേഷം അറിയാൻ സാധിക്കും നമുക്ക് മാർക്കറ്റിൽ FIA DIA എന്താണ് എടുത്തിരിക്കുന്നതെന്ന്. എന്തായാലും ഈ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ യുദ്ധസമാനമായ സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു സ്ഥിരത എത്താൻ കഴിഞ്ഞിട്ടില്ല. നിഫ്റ്റിയുടെ ചാർട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 25,100 എന്ന് പറയുന്ന ലെവലിലേക്ക് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് പോവുകയും ഇന്ന് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് 24,981 ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഡൗണിലേക്ക് പോകേണ്ട 24,827 എന്ന് പറയുന്ന ഡൗണിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് മുകളിലേക്ക് പോയി 25,50 എന്ന് പറയുന്ന ലെവലിലേക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും താഴത്തെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ 24,958 എന്ന് പറയുന്ന ലെവലിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും മാർക്കറ്റ് ഒരു ട്രാവൽ ചെയ്യുന്ന 25,200, 24,500 എന്ന് പറയുന്ന ലെവലിലാണ് മാർക്കറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഒരു കൺസോൾട്ടേഷൻ ആയിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് കിട്ടി ഒരു ബുള്ളിഷിലേക്ക് പോകണം. അപ്പോൾ അതിന് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ നിൽക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധമൊക്കെ ഒന്ന് അവസാനിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് തീർച്ചയായിട്ടും ആ ഒരു പൊട്ടൻഷ്യലിൽ നിന്ന് മാർക്കറ്റ് പോകും. മാർക്കറ്റ് ഒരു ട്രെൻഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വാച്ച് ചെയ്യാം നാളത്തെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും, ഇന്നത്തെ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ, അല്ലെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങളും കൂടി അനലൈസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് അറിയാൻ സാധിക്കും.